favorite, but you're never gonna beat me. Look. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് പെറ്റ്സിൻ്റെ ഒരു മായലോകത്തേക്കാണ്. കണ്ണൂർ പെറ്റ് സ്റ്റേഷനുള്ള പോലെ തൃശ്ശൂർക്കാരുടെ സ്വന്തം ഫാമിലേക്ക്. ഇത് ലൊക്കേറ്റ് ചെയ്യണത് ചാവക്കാട് പഞ്ചോടി ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം പെറ്റ്സായി റിലേറ്റഡ് ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യണത് ഒരു ഒട്ടകമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഒട്ടുമിക്ക അനിമൽസിനും ഫീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് ഫീഡ് ചെയ്യാന്നല്ല, അവര് നമുക്ക് ക്യാരറ്റോ എന്തെങ്കിലും ഇലകളൊക്കെ തരും. അപ്പൊ അവരുടെ മുന്നിൽ തന്നെ നിന്ന് നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പൊ അധികം അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം വലിയ മൃഗങ്ങളാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുക. ഈ ഒട്ടകം, കുതിര, ഡോങ്കി, പിന്നെ മിനിയേച്ചർ ഹോഴ്സ്, അങ്ങനെ കുറച്ച് അനിമൽസാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ എല്ലാ മൃഗങ്ങളും ഫീഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് 150 രൂപയാണ്. ഈ 150 രൂപയിൽ എല്ലാത്തിനും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. ആദ്യം 2 വട്ടം വന്നപ്പോൾ ഇവിടെ 100 രൂപ ആയിരുന്നു. ഇപ്പോൾ ഒരു വില കൂട്ടി ഇപ്പോൾ 150 രൂപയ്ക്ക്. ഈ 150 രൂപ നമുക്ക് ഒരിക്കലും ലോസ് ആയിട്ട് തോന്നില്ല. പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് ഇവിടെ സ്പെൻഡ് ചെയ്ത ടൈം അയാൾക്ക് എന്തായാലും വർത്തായിരിക്കും. ബാക്കിയുള്ളവരെന്ന് വന്ന് ജസ്റ്റ് കണ്ടുപോകുന്ന രീതിക്കാവും. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ എല്ലാം കണ്ടു തീർക്കാവുന്നതാണല്ലോ. ഈ ഒട്ടകം, കഴുതയും കുതിരയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സാധനമാണ് പുകന്നൂർ ബുൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാണാൻ ഭയങ്കര ചെറുതാണ്, നമ്മളെ മുട്ടുങ്ങാലിൽ അത്ര പോലും ഇല്ല. പക്ഷെ അവരൊരു മരത്തിന് കയറ്റി വെച്ചുള്ള കാരണം നമുക്ക് ഹൈറ്റ് തോന്നും. പക്ഷെ അത് ഞങ്ങൾ വല്ലാണ്ട് മൈൻഡ് ചെയ്യണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളും ഇതിനെ മൈൻഡ് ചെയ്തില്ല. അടുത്ത മൃഗത്തിൻ്റെ അടുത്ത് പോയി. മൃഗമല്ല, ഒരു ബേർഡ് ആയിരുന്നു അടുത്ത്. ബ്ലാക്ക് സ്വാൻ. അധികം കണ്ടിട്ടില്ലാത്ത ബേർഡാണ് ബ്ലാക്ക് സ്വാൻ. ഞാനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാറുണ്ട്. അത് ഉണ്ടാക്കുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരം ഇതിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു. പക്ഷെ അവർക്ക് എന്തോ മൂടുണ്ടായിരുന്നില്ല, അവരുണ്ടാക്കിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം സമയം കളയാൻ നിന്നില്ല. എമ്മൂൻ്റെ അടുത്തേക്ക് പോയി. എമ്മൂനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് എമ്മൂനെ ഫീഡ് ചെയ്യണത്. എമ്മൂനെ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും ഫീഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കയ്യിൽ വെച്ച് കൊടുക്കാണ്ട് നമ്മളെ തലയിൽ ഫീഡ് ഇട്ടിട്ട് അത് തലേന്ന് കൊത്തി കൊടുക്കണ പോലെ അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ധൈര്യമില്ലാത്ത കാരണം ഞങ്ങൾ അതിന് മുതിർന്നില്ല. നേരെ അടുത്തുള്ള 4 കൊമ്പുള്ള ഒരു ആടിൻ്റെ അടുത്തൊക്കെ പോയത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുക ഈ ആടിനെ. എല്ലാവരും വന്ന് ഇതിനെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ബ്രീഡ് എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കനേഡിയൻ പിഗ്മി ഗോട്ട് ഉണ്ടായിരുന്നു. ചെറിയ ഒരു ആട്ടുംകുട്ടി. അത് അത്രയ്ക്കേ വലുതാവുള്ളൂ. ആട്ടുംകുട്ടികൾ അത്രക്കൊക്കെ അതിൻ്റെ സൈസ് വരുള്ളൂ. നല്ലൊരു ഭംഗിയുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. ആടിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു അട്രാക്ഷനാണ് സിങ്കോട്ട്. നല്ല കൊമ്പും നല്ല രോമം, നീളത്തിലുള്ള രോമൊക്കെ ഉള്ള ഒരു ആട്. ഈ ആടിനാണ് ഇവിടെ മൊത്തത്തിൽ ഫീഡ് ഉള്ളത്. ഇതിനെ അഴിച്ചു വിട്ടിരിക്കണം അവർ. നമുക്ക് കുട്ടികളായിട്ട് ഓടി കളിക്കുന്നുണ്ട്, ഫീഡ് ചെയ്യാൻ പറ്റും. ഇത് ഓടി വരുന്നത് കാണാൻ തന്നെ ഒടുക്കത്തെ ഭംഗിയാണ്. ഒരു പഞ്ഞിക്കട്ട ഓടി വരുന്ന പോലെ ഉണ്ട് നമുക്കിതിനെ കാണാൻ. അത് കാരണം തോന്നുന്നുണ്ട് ഇതിനിങ്ങനെ അഴിച്ചു വിട്ട് തരുന്നത്. എല്ലാവരും ഇതിൻ്റെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കലും ഫീഡ് ചെയ്യലും എല്ലാവർക്കും ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് മീർക്കാറ്റ്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് കാണാൻ ഒടുക്കത്തെ രസമാണ്. നമുക്ക് തന്നെ ചെറിയ വന്നു പോകും. ഈ 2 കാലിൽ അവരിങ്ങനെ നിന്നിട്ട് ഇവിടെ ഇപ്പം എന്താ ഉണ്ടായി എന്നുള്ള മട്ടിലാണ് ഇവർ നിൽക്കുക. ചുറ്റും ഇങ്ങനെ നോക്കി എല്ലാതും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇവരടുത്ത് വന്ന് വെറുതെ കണ്ടുപോകാൻ വെച്ചാൽ ഒന്നുമില്ല കാണാം. പക്ഷെ ഇവിടെ അടുത്ത് വന്ന് ഒരു 5 മിനിറ്റ് നിൽക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് കണ്ട് നമുക്ക് തന്നെ ഒരു സന്തോഷം കിട്ടും. ഇവിടെ വന്നിട്ട് കാശ് മുതലായെന്ന് തോന്നിയ 2-3 ഇൻസിഡൻസ് ഉണ്ട്. അതിലൊന്നാണ് അടുത്തത്. ഞാനും 2-3 മങ്കികളും ഒരു കൂട്ടിൽ. ഇവിടെ 2 ടൈപ്പ് മങ്കീസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിനെ ഫീഡ് ചെയ്യാൻ അവർ തന്നിട്ടുള്ളൂ. റെഡ് ഹെഡ് ടാമറിൻ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ കൈയും കാലിൻ്റെ അവിടെ റെഡ് കളർ ഉണ്ട്. റെഡ് അല്ല, കറക്റ്റ് റെഡ് അല്ല, ഒരു ചെറിയ ഓറഞ്ചിഷ് കളറാണ് ഉള്ളത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അതിന് ഫീഡ് ചെയ്യാൻ പറ്റിയത്. ഒരു കേജിൻ്റെ ഉള്ളിൽ ഞാനും കുരങ്ങന്മാരും മാത്രം. നമ്മൾ കാട്ടി കാണുന്ന കുരങ്ങനല്ല, ഇത് വേറെ തന്നെ ഒരു മുതലാണ്. നമുക്ക് ഇതിനെ പെറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. മറ്റേ അറപ്പും ഇതൊന്നും നമുക്ക് ഈ നേരത്തെ അവിടെ തോന്നി. നമുക്ക് ചെറിയ പേടി ഉണ്ടാവും നമ്മളെ മാന്തോ പിടിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇത് എന്നെ മാന്തിയൊന്നുമില്ല, കാരണം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒടുക്കത്തെ സോഫ്റ്റ്വെയർ അതിൻ്റെ സ്കിന്നൊക്കെ. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അതിന് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ 2 കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങുന്നതുള്ളൂ, അത്രേ ഉള്ളൂ അതിൻ്റെ സൈസൊക്കെ. പക്ഷെ എന്താണോ ഭയങ്കരമായിട്ട് അവരുടെ അടുത്തിരിക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് മർമോസെറ്റ് മങ്കീസ്. അതും അടിപൊളിയായിരുന്നു. അതിനവർ ഫീഡ് ചെയ്യാൻ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ഒന്നിനെ അവർ ഫീഡ് ചെയ്യാൻ തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഒരെണ്ണം ഫീഡ് ചെയ്യാൻ പറ്റിയതിന്.
അടുത്ത പെറ്റാണ് ഞാൻ ലൈഫിൽ കണ്ടാൽ എന്നെ അറക്കണതും പേടിക്കുന്നതായ പാമ്പ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ പാമ്പിനെ തൊടുക അതിനെ എടുക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇവർ അതിന് തീരെ വിഷമില്ലാന്നും ഒരു കുഴപ്പമില്ല, നമുക്കൊരു ഡേഞ്ചറും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് തന്ന കാരണം മാത്രമാണ് ഞാൻ അതിനെ തൊടുന്നതും തലയിലൊക്കെ ഇട്ടതും ചെയ്തത്. ആദ്യം തൊട്ടത് ആദ്യമില്ല, ആഘോരണത്തിന് ഞാൻ തൊട്ടിട്ടുള്ളൂ. ഡെയിലി ഒരു പാമ്പിനെ അവർ തൊടാൻ സമ്മതിക്കുള്ളൂ, എല്ലാ ദിവസവും എല്ലാ പാമ്പിനും തൊടുന്ന രീതിയല്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ തൊട്ടത് മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്കിനാണ്. ഒരു വട്ടം തൊട്ടപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും തൊടാനായി എൻ്റെ ആഗ്രഹം. കാരണം അത്രയും സോഫ്റ്റും കോൾഡുമാണ്. കോൾഡ് ബ്ലഡഡ് ആയത് കാരണം തന്നെ അതിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര തണവാണ്. നമ്മൾ കൈമൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തറക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക് അല്ലാണ്ട് 2-3 ബോൾ പൈത്തൻസ് ഉണ്ട്, വേറെ വേറെ കളറും ഡിസൈനൊക്കെ ആയിട്ട്. മറ്റേ ഞാൻ അട്ടപ്പാമ്പിനെക്കാട്ടിയും കുറച്ചും കൂടി തടിയൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഇഷ്ടം വരണം അതിനെയും കൂടി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അതല്ലാണ്ട് പിന്നെ കോൺ സ്നേക്ക് ഉണ്ടായിരുന്നു. അത് സാധാ മണ്ണിരേനെക്കാട്ടിയും കുറച്ചും കൂടി സൈസിലുള്ളൂ, ചെറിയ പാമ്പാണ്. ഈ മങ്കിയുടെ കൂടെയും സ്നേക്കിൻ്റെ കൂടെയും സ്പെൻഡ് ചെയ്താണ് ഞാൻ ഇവിടെ ശരിക്കും എൻജോയ് ചെയ്ത കുറച്ച് ടൈം. ബാക്കിയുള്ളത് എൻജോയ് ചെയ്തില്ല എന്നല്ല, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തുള്ളതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി 2-3 സ്പേസ് ഉണ്ട്. അവിടെ മക്കാവും ഷുഗർ ഗ്ലൈഡറിനൊക്കെ അവർ കൊടുത്തുതരും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത്ര ഫോട്ടോസ് അതിനെ വെച്ച് എടുക്കാൻ പറ്റും. നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ വന്നാൽ ഭയങ്കരമായിട്ട് ഇവിടെ വെച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ട ഇൻട്രസ്റ്റിംഗ് പെറ്റായിരുന്നു പാക്മാൻ, തവള. അങ്ങനെ കളർഫുൾ തവളകൾ ഇങ്ങനെ കാർട്ടൂണിലൊക്കെ കാണില്ലേ, നമ്മൾ പച്ചയും മഞ്ഞയും കളറിലൊക്കെ, അതുപോലെ ഇവിടുത്തെ ഓരോ തവളനെയും കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ 8 കാലിനുണ്ട് ടറന്റുല. അപ്പോൾ നമ്മൾ വിചാരിക്കും വീട്ടിൽ കാണുന്ന തവളയും പല്ലിയും എല്ലാത്തിനും ഇവിടെ കൊടുത്ത് പെറ്റാക്കിയിട്ടുണ്ടെന്ന്. തേളിനെ വരെ ഇവിടെ പെറ്റാക്കിയിട്ടുണ്ട്, സ്കോർപിയൻ എംബ്രർ എന്ന് പറഞ്ഞിട്ട്. ഒക്കത്തിനും കാണാൻ പിന്നെ അടിപൊളിയായതുകൊണ്ട് നമുക്ക് വെറുപ്പൊന്നും തോന്നിയില്ല. ഇഷ്ടി കാണുമ്പോൾ നമ്മൾ ചെരുപ്പെടുത്തടിക്കണ പോലെയല്ല, ഇവിടെ കാണുമ്പോൾ നമുക്ക് അതിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. ഇത് ഹെഡ്ജോഗ്, ഒരു കുട്ടി മുള്ളം പന്നി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം മൊത്തം മുള്ളാണ് അതിൻ്റെ മേത്ത്. ചെറിയൊരു വേദന ഉണ്ടെങ്കിലും അത്ര വലിയ പെയിൻഫുൾ വേദന ഒന്നുമില്ല. അതൊരു നമുക്ക് സഹിക്കാവുന്ന വേദനയുള്ളൂ. പിള്ളേർക്കായാലും ആ വേദന ഓക്കെയാണ്. എൻ്റെ ഉണ്ണികളൊക്കെ എടുത്തിട്ട് അവർക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് സ്ട്രെസ് വന്നാൽ അവരൊരു ബോൾ പോലെ ഇങ്ങനെ റോൾ ചെയ്യും, അത് കാണാൻ ഒടുക്കത്തെ ഭംഗിയാണ്. പിന്നെ ഇവനാണ് റെഡ് ടെഗു. ഇപ്പം കേരളത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റെഡ് ടെഗു എന്നാണ് അവർ പറഞ്ഞത്. എനിക്കറിയില്ല കറക്റ്റായിട്ട്, അവരങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, എന്തോ ഏറ്റവും വലിയ സാധനം എന്നാണ് അവർ പറഞ്ഞത്. വലിയ ടെഗുവിന് എടുത്തില്ല, അവിടെ ചെറിയ ടെഗു ഉണ്ടായിരുന്നു, അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു എന്ന് പറഞ്ഞിട്ട്. അതിനെ ഞങ്ങൾ എടുത്ത് കയ്യിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വലുതിന് എടുക്കാൻ പോയില്ല, കാരണം വെയിറ്റ് താകുമെന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല. അത് കാരണം അതിനെടുത്തില്ല. എന്തായാലും ഒരു മറ്റേ ഉടുമ്പിനൊക്കെ പറയൂലേ, ഉടുമ്പിൻ്റെ പോലൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ സ്കിന്നൊക്കെ ഇത്തിരി സോഫ്റ്റാണ്. ഔട്ടറിൻ്റെ കവറിങ് മാത്രം ഇത്തിരി ഹാർഡ് അടിച്ചെങ്കിലും നമുക്കൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നു മൊത്തത്തിൽ. അടുത്ത പെറ്റാണ് ഡ്രാഗൺ. പക്ഷെ തീയൊന്നും വരുത്തുന്നില്ല, ഇത് ബിയർഡ് ഡ്രാഗനാണ്. അത്ര വലിയ സൈസ് എന്ന് പറയാനൊന്നുമില്ല, ഒരു നോർമൽ നമ്മളെ കൈനേക്കാട്ടിയും കുറച്ചും കൂടി ഉണ്ട്, അത്ര ഉണ്ട്. പക്ഷെ എന്തായാലും കാണാൻ ഒടുക്കത്തെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ സംഭവത്തിൽ. പേര് പോലെ ചെറിയൊരു ഡ്രാഗൺ തന്നെയാണ് അവൻ. പിന്നെ അവിടെ ഹാംസ്റ്ററും മൈസും ഗിന്നി പിഗും ഒക്കെ ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ കൈ എടുത്ത് തരും, നമുക്ക് കയ്യിലൊക്കെ എടുത്ത് പെറ്റ് ചെയ്യാവുന്നതാണല്ലോ. ഗിന്നി പിഗിൽ 2 വെറൈറ്റി വരുന്നുണ്ട്, കാണാൻ ഒക്കത്തിനും ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പറക്കുന്ന അണ്ണാൻ. പറക്കുന്ന അണ്ണാനല്ല, ഷുഗർ ഗ്ലൈഡർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് ചെറുതായിട്ടൊക്കെ പറക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇത് പറക്കുമ്പോൾ ഇങ്ങനെ 4 കാലും വിടർത്തുമ്പോൾ
ഒരു ബാറ്റിന്റെ ഷേപ്പ് ഒക്കെ വരും. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആദ്യം ട്രൈ ചെയ്തത്, പക്ഷെ അത് നടന്നൊന്നുമില്ല. ഇതാണ് ഫെററ്റ്. ഇവിടെ കണ്ടയിൽ വെച്ച് ചെറുതായിട്ട് ഒരു ബാഡ് സ്മെല്ലൊക്കെ വന്ന സ്പേസ് ഇതാണ്. ബാക്കി എല്ലായിടത്തും ഭയങ്കര ക്ലീൻ ആയിട്ടും നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ മാത്രം കുറച്ച്, അത് നോൺ വെജ് കൊടുക്കുന്നതുകൊണ്ടാണോ അതിന്റെ ശീലം എങ്ങനെയാണോ എന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഇത്തിരി സ്മെല്ല് മോശമായിരുന്നു. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് കുറച്ചധികം ബേർഡ്സ് ആണ്. നമുക്ക് കണ്ടുപിടിച്ചുള്ള ബേർഡ്സ് ഉണ്ട്, പക്ഷെ കാണാത്ത ഇഷ്ടം പോലെ വേറെ ബേർഡ്സുകളും ഉണ്ട്. പർപ്പിൾ സ്റ്റേർലിംഗ് അധികം കണ്ടിട്ടൊന്നുമില്ല, ടി വിയിലൊക്കെ കണ്ട പോലെ ഉണ്ട്. ഒരു മൈനഡൊക്കെ വേറെ ടൈപ്പ്, നല്ല കളറാണ്. അത് കൂടാതെ നമുക്ക് കണ്ടുപിടിച്ചുള്ള സാധാ കോഴികളുണ്ട്, ടർക്കി ഉണ്ട്, ലോറീസ് ഉണ്ട്, ബഡ്ജീസ് ഉണ്ട്. അങ്ങനെ ബഡ്ജീസ് തന്നെ ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട്. ഒരു വലിയ കേജ് തന്നെ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പറന്ന് ആസ്വദിച്ച് നടക്കാൻ വേണ്ടി. ഇതാണ് ഇഗ്വാന. ഇഗ്വാന ചെറുതുണ്ട്, വലുതുണ്ട്, റെഡ് കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്. കുട്ടികളിലാണ് കളർ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. വലുതുകളെ സെപ്പറേറ്റ് കേജിലെല്ലാം കൂടി ഇട്ടിട്ട് തരണം, ശരിക്കും മനസ്സിലാവില്ല നമുക്ക് അതിലേതാ കളർ. ശരിക്കും നമ്മൾ ആ പൂന്തോട്ടത്തിലൊക്കെ കാണുന്ന ഓന്തിൻ്റെ ഒക്കെ ഒരു വേറെ മുഖച്ചായാണ് ഇതിന്. വേറെ മുഖച്ചായ എന്ന് പറയാൻ പറ്റില്ല, ഓന്തിൻ്റെ ഒക്കെ പോലെ തന്നെ ഉണ്ട് ഇതും കാണാൻ. ഏകദേശം അതിൻ്റെ പോലൊക്കെ തന്നെ ഉണ്ട്. കൂടുതലും പഴങ്ങളും പച്ചക്കറിയൊക്കെയാണ് കഴിക്കുന്നത്. അടുത്ത സെക്ഷൻ വരുന്നത് താറാവിൻ്റെയും ഗൂസിൻ്റെ ഒക്കെയാണ്. ഇവിടെ പോമറേനിയൻ ഗൂസ് ഉണ്ട്, എംഡൻ ഗൂസ് ഉണ്ട്, പിന്നെ കയൂഗ ഡക്ക് ഉണ്ട്, കോൾ ഡക്ക് ഉണ്ട്, ക്രസ്റ്റഡ് ഡക്ക് ഉണ്ട്. ഇതിലെനിക്ക് കുറച്ചും കൂടി കൂടുതൽ വെറൈറ്റി ആയി തോന്നിയത് ക്രസ്റ്റഡ് ഡക്കും കയൂഗ ഡക്കാണ്. അധികം എവിടെയും കണ്ടിട്ടൊന്നുമില്ല ഞാൻ അതിന്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സൗണ്ട് എടുത്തിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ ഗൂസൊക്കെ ഒരുമാതിരി സൗണ്ട് ഉണ്ടാക്കണം, ഫുൾ ടൈം ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇത് എൻജോയ് ചെയ്യണവർ ഇഷ്ടംപോലെ പേരുണ്ട്. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സാധനമാണ് കയൂഗ ഡക്കിൻ്റെ കളറ്. സൺലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത കളറാണ് അതിന് കിട്ടുന്നത്. ഒരു ലൈറ്റിഷ് ഗ്രീനും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടൊരു കളറാണ് വരുന്നത്. നല്ല രസമുണ്ട് അത് ശരിക്കും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോയത് വേൾഡിലെ ലാർജസ്റ്റ് ബേർഡ് എന്നറിയപ്പെടുന്ന ഒട്ടകപക്ഷിയുടെ അടുത്തേക്കാണ്, ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, രണ്ടും നല്ല ആക്റ്റീവായിട്ട് നടന്ന് കളിക്കുന്നുണ്ട്. ഇത്തിരി അഗ്രസീവാന്ന് തോന്നുന്നുണ്ട്, അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ കൊത്താൻ വേണ്ടിയിട്ട് രണ്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് കേജാണ് സൺകുണൂറിൻ്റെ കേജ്. ഇവിടെ നമുക്ക് ശരിക്കും അതിൻ്റെ ഉള്ളിൽ, ആ കേജിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിയിട്ട് ശരിക്കും ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മളെ മേത്തും കൈമനും തലയിലൊക്കെ ഈ ബേർഡ്സ് വന്നിരിക്കും. അതൊരു വേറെ തന്നെ ഫീലാണ്. ബേർഡ്സിന് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് 2 കേജാക്കിയിട്ടാണ് അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സംവിധാനം ചെയ്തിട്ടുള്ളത്. കുറച്ച് നട്ട്സ് നമുക്ക് തരും, അത് തീർന്ന വരെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കയറേണ്ടി വരും. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് റാബിറ്റ്സിൻ്റെ ആണ്. മിനിലോപ്പ്, നെതർലാൻഡ് ഡ്വാർഫ്, മിനി റെക്സ്. ഈ 3 ടൈപ്പ് റാബിറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ഒക്കെ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. മിനി റെക്സിൻ്റെ സ്കിന്നൊക്കെ ഒരു രക്ഷയില്ല, നമുക്ക് ശരിക്കും പഞ്ഞിക്കട്ടുന്ന ഫീലാണ്. എന്താ പറയുക, അതിപ്പോൾ തൊട്ടാണ്ടല്ലോ, ഞാൻ തൊട്ടുകൊണ്ടിരിക്കുക. അതിന് സാധാ പോമറേനിയൻ ഗൂസ്, എംഡൻ ഗൂസ് അല്ലാണ്ട് ഒരു വെറൈറ്റി സാധനം കണ്ടതാണ് ഓസ്ട്രേലിയക്കാരൻ. കേപ്പ് ബാരൻ ഗൂസ്. നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് സെക്ഷൻ പൂച്ചകളുടെ. ആദ്യം കണ്ടത് ബംഗാൾ കാറ്റ്, ഒരു ചെറിയ പുലിക്കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന്റെ സ്കിന്നൊക്കെ ശരിക്കും പുലിയുടെ പോലെ ഉണ്ട് കാണാൻ. ഇത് കൂടാണ്ട് എക്സോട്ടിക് ഷോർട്ട് ഹെയർ ഉണ്ട്, ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ഉണ്ട്, സ്ഫിനിക്സ് ഉണ്ട്, പേർഷ്യൻ കാറ്റ് ഉണ്ട്, മെയിനിക്കൂൺ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പൂച്ചകളുണ്ട് ഇവിടെ. അതിൽ എനിക്ക് കൂടുതൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഒരു സ്ഫിനിക്സ് ആണ്. അധികം രോമൊന്നും ഇല്ലാണ്ട് കുറച്ചൊരു കണ്ടാൽ പേടൊക്കെ ആവുന്ന തരം പൂച്ച. പിന്നെ മേരിക്കൂണാണ് അവിടുത്തെ വലിയ പൂച്ച, കുറച്ചധികം സൈസും കാര്യങ്ങളൊക്കെ ഉള്ള തൈനാണ്. പിന്നെ ഇവിടെ ജസ്റ്റ് വന്ന് കണ്ടുപോകലല്ല, ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കോഴിയോ ബേർഡ്സിനെ ഏതിനെച്ചാൽ നമുക്ക് സെയിൽ മേടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മേടിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെയും ഇഷ്ടംപോലെ ബേർഡ്സും അനിമൽസും ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഇനിയും പറയാൻ നിന്ന വീഡിയോ ബോർഡാവും ഭയങ്കരമായിട്ട്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള ബേർഡ്സിനൊക്കെ ജസ്റ്റ് വിഷ്വലായിട്ട് കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് മൊത്തത്തിൽ ഫുൾ പെറ്റ്സ് ആൻഡ് റിലേറ്റഡ്. അപ്പം അടുത്ത വീഡിയോ താങ്ക് യു, ബൈ.